നമസ്കാരം. പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ CBI നടത്തിയ ഡമ്മി പരീക്ഷണം വിജയമെന്ന സൂചന. സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ ഉടുമുണ്ടിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേ ഉടുമുണ്ടിന്റെ മറ്റൊരു മെറ്റീരിയലിൽ കുളിമുറിയുടെ ജനാലയിൽ ഡമ്മി കെട്ടിത്തൂക്കിയാണ് DIG ലൗലി കട്ടിയറയുടെ നേതൃത്വത്തിൽ പരീക്ഷണം നടത്തിയത്. 2 മണിക്കൂറോളം പരീക്ഷണം നടന്നിരുന്നു. നിർണായക നിരീക്ഷണങ്ങളിലേക്ക് CBI എത്തിക്കഴിഞ്ഞു. തൽക്കാലം വിവരങ്ങൾ പുറത്തുവിടില്ല. 66 കിലോ ഭാരവും 172 സെന്റിമീറ്റർ ഉയരവുമുള്ള ഡമ്മിയുമായാണ് സംഘം എത്തിയത്. തുണി കൊണ്ട് പലതരം കെട്ടുകൾ ഇടുമ്പോൾ ഏതു തരത്തിലാണ് തൂങ്ങി നിൽക്കുക എന്ന് നോക്കി. ക്രൂരമായ മർദ്ദനത്തിനു ശേഷം സിദ്ധാർത്ഥനെ മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കിയതാകാമെന്നാണ് സംശയമുള്ളത്. ഫോറൻസിക് സംഘം ക്യാമറയിൽ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തി. സിദ്ധാർത്ഥന്റെ അതേ ഭാരവും ഉയരവുമുള്ള ഡമ്മി ഒരാൾ മാത്രവും 4-5 പേർ ചേർന്നും തുണി കൊണ്ട് കയറിയിട്ട് കെട്ടിത്തൂക്കി. ഡമ്മി പരീക്ഷണം കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ലെങ്കിലും അന്വേഷണത്തിന് സഹായകരമാകും. ഇതിൽ നിന്ന് വ്യക്തമായ നിരീക്ഷണങ്ങളിൽ CBI എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് സംഘം മൊഴിയെടുത്തു. മരിച്ച ദിവസം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അസിസ്റ്റന്റ് വാർഡൻ എന്നിവരെയെല്ലാം ഹാജരാക്കിയിരുന്നു. പരിശോധനാ സ്ഥലത്തേക്ക് ആരെയും പ്രവേശിപ്പിച്ചില്ല. സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തി. ഈ പെൺകുട്ടിയുടെ അടക്കം മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട്. മൊഴികളും CBI വിശദമായി പരിശോധിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ അടിച്ച് അവശനാക്കുമ്പോൾ ഉണ്ടായിരുന്ന പെൺകുട്ടിയും മൊഴി നൽകാൻ എത്തിയെന്നാണ് സൂചന. DIG 2 SP-മാർ ഉൾപ്പെടുന്ന 10 പേരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച രാവിലെ 9:30 CBI സംഘം പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തി. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട മുറി, ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ നടുമുറ്റം, തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലെല്ലാം CBI അന്വേഷണ സംഘം പരിശോധന നടത്തി. സിദ്ധാർത്ഥന്റെ തൂക്കവും ഉയരവുമുള്ള ഡമ്മി എത്തിച്ചായിരുന്നു ശാസ്ത്രീയ പരിശോധന. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് ഉള്ളവരെല്ലാം CBI ആവശ്യപ്പെട്ടതനുസരിച്ച് എത്തിയിരുന്നു. കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും CBIയെ സഹായിക്കാൻ എത്തിയിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത CBI ഒരാഴ്ചയായി വയനാട്ടിലുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. 3 തവണയായി നേരത്തെ CBI ക്യാമ്പസിലെത്തി പല പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസ് കൊച്ചിയിലെ CBI കോടതിയിലേക്ക് മാറ്റാൻ കൽപ്പറ്റ കോടതിയിൽ അപേക്ഷയും നൽകി. ജയിലിലുള്ള പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തും. ഇനിയും പ്രതികൾ കേസിലേക്ക് വരുമെന്നാണ് സൂചന. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.